ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഇപ്പോൾ മഴയൊക്കെ മാറി വെയിലൊക്കെ ആയി. അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്ന് മട്ടാഞ്ചേരി വരെ പോവാണ്, ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ വീഡിയോ ആകാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നിങ്ങളും പോയി കണ്ടിട്ട് വായോ. കൂടെയാണ് പോണത് കേട്ടോ, രഞ്ജു വന്നിട്ടുണ്ട്. ഇറങ്ങിയപ്പോഴേ നമ്മൾ ഇറച്ചിച്ചോറ് കഴിക്കാനുള്ള പ്ലാനിലാണ് ഗൈസ് പോകുന്നത്. ഇറച്ചിച്ചോറ് കഴിക്കാനാട്ടോ ഫസ്റ്റ് പോണത്. 60 രൂപ ഇറച്ചിച്ചോറ്. ആ കടയിലേക്കാണ് പോണത്. അല്ലേ തീർന്നു പോയി. നമ്മൾ വേറെ കട അന്വേഷിച്ച് പോവാണ്. കിട്ടുമോയെന്ന് അറിയാൻ പാടില്ല, കിട്ടിയാൽ കഴിക്കാം. ചോറ് കിട്ടാനില്ല ഗൈസ്, ഞങ്ങൾ കുറേ തപ്പി. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ബിരിയാണിയിൽ ഒതുക്കുകയാണ്. കുറേ തപ്പിയെന്ന് വെച്ചാൽ വെയിലത്ത് കുറേ തപ്പി, കിട്ടിയില്ല. നല്ല ചൂടുള്ള വെയിൽ. ഞങ്ങൾ കുറേ അന്വേഷിച്ചു കേട്ടോ, ഇറച്ചിച്ചോറ് കിട്ടാനുണ്ടായില്ല. ടൈം ഏകദേശം 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സിംഗിൾ ബിരിയാണിയാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂടെ സാലഡൊക്കെ തീർന്നു. അതിൻ്റെ കൂടെ കിട്ടിയത് ഒരു പുളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ കഴിച്ചങ്ങനെ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. 90 രൂപയ്ക്ക് അടിപൊളി. എന്താ ചുള്ളിക്കൽ എന്നാണ്, ചുള്ളിക്കൽ ആണ് ഈ സ്ഥലം. ആലിഫ് ബിരിയാണി അങ്ങനെ എന്തോ ആണ് ഈ ഷോപ്പിൻ്റെ പേര്. അടിപൊളിയാണ്. വലിയ മട്ടിപ്പൊന്നുമില്ല അല്ലേ ബിരിയാണിയുടെ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഈ വഴിയിലാട്ടോ ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് നടന്നത്. ഈ വഴിയിൽ ഇത് മട്ടാഞ്ചേരി മാർക്കറ്റ് റോഡല്ലേ. ഇപ്പൊ നമ്മൾ പോകുന്നത് മറ്റേ പ്രാന്തൻ കുരിയച്ചന്റെ പള്ളിയിലേക്കാണ്. ഷൂട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഒരു കൊച്ചിന്ന് എഴുതിയ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ നമ്മൾ പ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളിയിലെത്തിയതിന് കൂനൻ കുരിശെന്നും പറയും. 1653 പോർച്ചുഗീസ് ഭരണാധികാരിയുടെ മതപരമായ അടിച്ചമർത്തലിനെതിരെ സിറിയൻ ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരിയിലെ ഒരു കുരിശു പിടിച്ച് അവരുടെ മതപരമായ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സത്യം ചെയ്തു. ആ സംഭവത്തിൽ കുരിശു വളഞ്ഞുപോയി. അതിനെയാണ് കൂനൻ കുരിശ് എന്നറിയപ്പെടുന്നത്. പിന്നെ പ്രാന്തൻ കുരിയച്ചൻ എന്ന പോർച്ചുഗീസിൽ വരുന്നത് ബ്ലൻഡ് ക്രോസ് എന്നാണ്. അപ്പം അതിൻ്റെ മലയാളമാണ് ഭ്രാന്ത് കുരിശ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. ഇനി കൂടുതൽ അറിയണവർ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഒക്കെ ഇവിടെ നിന്നായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ രാവിലെ പോകണം, വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ച ടൈമിലൊക്കെ മാർക്കറ്റ് ആയതുകൊണ്ട് വലിയ വണ്ടീസ് വന്ന് അത് ബ്ലോക്ക് ആവും. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. തിരിച്ചെത്തിയിരിക്കുന്നു ഗായ്സ്. പക്ഷേ മട്ടാഞ്ചേരിയിലെ ക്ലിപ്പ് വളരെ കുറച്ചുള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ള അവേഴ്സും കൂടെ എടുക്കാൻ വിചാരിച്ചു. കുറച്ച് നേരം ആദ്യം ഒന്ന് ഉറങ്ങട്ടെ. ഭയങ്കര ക്ഷീണം, വെയിൽ കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. വൈകുന്നേരം ഡാൻസ് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയിട്ട് കാണാം. ഇന്ന് തന്നെ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രഞ്ജുവിനൊരു കോള് വന്ന് വണ്ടി എന്തോ വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നു. ഫുഡ് കഴിച്ചു. പ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളിയിൽ പോയി. അപ്പോഴത്തേക്കും തന്നെ കോള് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തിയപ്പോൾ ഇടിയൊക്കെ വെട്ടുണ്ട്, മഴക്കാറൊക്കെ വെച്ചു. ഇനി വൈകുന്നേരം എനിക്ക് ഡാൻസ് ഉണ്ട്. പിന്നെ ഈ ഡാൻസ് ക്ലാസ്സിൽ പോണ വ്ളോഗൊക്കെ ഞാൻ ബാക്കി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഡാൻസിന് പോകാനൊക്കെ റെഡിയായി. ഡാൻസിന് പോകാൻ ഇറങ്ങിയപ്പോൾ നമ്മുടെ ദിയാപ്പി ബിനോയിനെ കണ്ടു. അപ്പം ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നതാണ്. ഞാനാണെങ്കിൽ മട്ടാഞ്ചേരി പോയിട്ട് തിരിച്ച് വീട്ടിലേക്കാണ് വന്നത്. ഇത് ഡാൻസ് കഴിഞ്ഞ് ശ്യാമെന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോലും മാത്രമേ ഉള്ളൂ ഗൈസ് ഞങ്ങൾക്കിപ്പോൾ. ഇത് കൊണ്ടപ്പോൾ ഞാൻ ആദ്യം ഞെട്ടി. ഇത് നോക്കുന്നത് സാധനം റബ്ബർ ബാൻഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് എനിക്ക് എന്തോ മാതിരി തോന്നുന്നുണ്ട്. എന്തായാലും എൽദോസിന്റെ എന്തോ സാധനമാണ് ഗൈസ്. ഞാൻ പോട്ടെ, സമയമായി ഡാൻസിന് പോകാൻ. ഞാൻ കുറെ നേരമായി ശരി പറയണെങ്കിൽ ഞാൻ പോവാണ്. രാത്രിയാണ് നാട്ടോ പോണേ. ഇത് ഇവിടെ ഉണ്ടായ സൈക്കിളാണ്, രഞ്ജുവിൻ്റെ സൈക്കിളാണ്. അപ്പം ഞാനാണ് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ യൂസ് ചെയ്യണേ. വണ്ടി ഇല്ലാത്തതുകൊണ്ടല്ല ഗൈസ് സൈക്കിളിനാണ്. ഭയങ്കര പേടിയാണ് റോട്ടിലേക്ക് വണ്ടി ഇറക്കാൻ. ഒരാൾ ബാക്കിൽ വേണം. ഒരു തവണ സ്കൂട്ടി ചെന്ന് പോസ്റ്റിലും മതിലുമേലും കൂട്ടിയിടിച്ച പിന്നെ വണ്ടി എടുത്തിട്ടില്ല കേട്ടോ. ഗൈസ് നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു, വീട്ടിലെത്തി. ജസ്റ്റ് ഒരു ചായയും കുടിച്ചിങ്ങ് ഇറങ്ങി. നല്ല മഴയായിരുന്നു. ആ മഴയത്താട്ടോ വന്നത്. പിന്നെ ഡാൻസ് ക്ലാസ് നടക്കണതിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. പിന്നെ വീട്ടിലെത്തി. ഫുഡ്
ഉണക്കച്ചെമ്മീനും ചോറും ഇരിക്കുന്നുണ്ട്, കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്. അതെനിക്ക് ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ പരിപാടികൾ ഞാൻ നോക്കട്ടെ. ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഉണക്കച്ചെമ്മീന് രാവിലെ ശ്യാമ ചോറ് കൊണ്ടുപോയതിൻ്റെ ബാക്കിയാണ്, അതൊന്ന് ചൂടാക്കി. ഇനി അടുത്തത് ബീഫൊന്ന് സെമി ഗ്രേവി പോലെ ആക്കണം, എന്നാലും ചോറിന് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ബീഫുള്ളൂ. ഞാൻ സവാളയും കിഴങ്ങൊക്കെ കൂടെ ഇട്ട് ഓരോ തരം എന്തെങ്കിലുമൊക്കെ വേണ്ട കഴിക്കുമ്പോൾ വിചാരിച്ച് കുറച്ച് സെമി ഗ്രേവി ആക്കാണ്. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ചിക്കൻ ഉണ്ടാക്കിയാണ് ഞാൻ എക്സ്പേർട്ട്. അപ്പോൾ എന്തൊക്കെയോ തട്ടിക്കൂട്ടലൊരു കറിയാണ് ഞാൻ വയ്ക്കണത്. തട്ടിക്കൂട്ടൽ ബീഫ് റെഡി ആയിരിക്കുന്നു. ശ്യാം മുടി വെട്ടാൻ പോയേക്കാണ്. ശ്യാം വന്നിട്ട് വേണം ഇനി ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ശ്യാമും കുളിച്ചു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അതാണ് ഇനിയുള്ള പരിപാടി. ബീഫ് ഉണക്കച്ചെമ്മീനും ചോറും കൂട്ടി അങ്ങോട്ട് ഒരു പിടുത്തം മാറിയെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നല്ല മഴയായിരുന്നു ഇന്നിവിടെ, നല്ല തണുപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കിടന്നുറങ്ങാൻ പോവാണ്. സമയം 11 മണിയായി. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഉറങ്ങട്ടെ. ശ്വാസൻ്റെ വീഡിയോയിൽ ശ്യാമ ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ ശരി, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.